ഒരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോ പുതിയാപ്പിളനെ കണ്ടിട്ട് എന്ത് പറയണം, പുതിയ പെണ്ണിനെ കണ്ടിട്ട് എന്ത് പറയണം, അത് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതുപോലെ ഒരു സൽക്കാരത്തിന് സൽക്കാരത്തിനൊരു വീട്ടിൽ ചെന്നാൽ ആ ഭക്ഷണം കഴിച്ച വീട്ടുകാരനോട് എന്ത് പറയണം, നമുക്ക് സൽക്കാരം തന്ന വീട്ടുകാരനോട് എന്ത് പറയണം, അത് പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട് കല്യാണ വീട്ടിൽ പോയാല് അങ്ങനല്ല, പുതിയാപ്പിളനെ കണ്ടിട്ട് പുതിയ പെണ്ണിനെ കണ്ട്, പുരുഷന്മാര് പുതിയാപ്പിളനെ കണ്ടാ മതി, പുതിയാപ്പിളനെ കണ്ടിട്ട് കൈ കൊടുത്തിട്ട് പറയണം ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ടാൾക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഒരുപാട് നല്ലതിൽ അല്ലാഹു നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ. വകസ്സറ നസ്ലകുമാ, നിങ്ങൾക്ക് ഒരുപാട് മക്കളെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് വേർന്നിട്ട് വരണം. അല്ലാതെ പോയിട്ട് ബിരിയാണിയോ കിട്ടുന്നതെല്ലാം തിന്നിട്ട് അവസാനം തിരിച്ചു വരുമ്പോ പറയുന്നത് പഴം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പരാതി പറയും ജിലേബി കിട്ടിയിട്ടില്ല, ജിലേബി കുറഞ്ഞു പോയി. പൊക്കളുടെ മണ്ണ് ബിരിടത്തര ബിരിയാണി അടിച്ചിറ പോണു ഈ ഹയവാൻ. പൊക്കളുടെ മണ്ണ് ബിരിടത്തര അങ്ങനുണ്ടല്ലോ. ഇവന്റെ തീറ്റം കണ്ടിട്ട് പൊക്കളുടെ മണ്ണടക്കം വിരിഞ്ഞു പോയി. എന്നിട്ട് ഇവൻ തിരിച്ചു വരുമ്പോ എന്താ പറഞ്ഞറിയോ, നക്ക് കണ്ണ ചായയും ജിലേബിയും കിട്ടിയിട്ടില്ല, യന്ത്ര മങ്ങില വാവ. ഈ ഔത്രം കുത്തൽ കണ്ണ ചായയും ജിലേബിയും തെല്ലി യാറാക്കുക എന്തോ സങ്കടമാ, അത് അങ്ങനെ ചോദിക്കണ. അങ്ങനല്ല, കല്യാണത്തിന് പോയാൽ ഭക്ഷണം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. ചില മനുഷ്യന്മാരുണ്ട്, അവര് കാണുന്നതൊക്കെ ന്യൂനതകൾ മാത്രമേ അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ നല്ലത് നടക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ സാരല്ലാതെ വെക്കണോ, എത്രയോ നല്ലത് നടക്കണില്ലേ, പക്ഷെ 99 നല്ലത് നടക്കണ ഒരു ചെറിയ ന്യൂനത വന്നുപോയി. പക്ഷെ ഇവന്റെ കണ്ണിന് കാണുന്ന ഈ ഒരു ന്യൂനത മാത്രമേ ഉള്ളൂ, 99 നല്ലത് കാണുന്നില്ല. നമ്മൾ അങ്ങനെ ആകരുത്. അങ്ങനെ ആയാൽ ഖൽബ് കേടായി എന്ന് അതിന്റെ അർത്ഥം, ഖൽബ് നന്നായിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, കല്യാണ വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഈ പുതിയാപ്പളന്റെ കൈ പിടിച്ചിട്ട് ആണുങ്ങൾ പറയണം അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ബർക്കത്ത് ചെയ്യട്ടെ. മലയാളം അറബി പറയാൻ അറിയില്ലെങ്കിൽ മലയാളം പറഞ്ഞാൽ മതി, ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയണം. കാലി അവിടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കൈയും എടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഓനെ ഊന്തി തള്ളിട്ട് ഒരു പുതിയാപ്പിള ഏറ്റവും കൂടുതൽ ഇടങ്ങേറി സഹിക്കണ ദിവസമാണ് കല്യാണ ദിവസം. അവന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ ഇടങ്ങേറി സഹിക്കുന്ന ദിവസമാണ് കല്യാണ ദിവസം. എന്താ കാരണം? ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കണ രംഗം. കെട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ, ഓനെ അങ്ങനെ പിടിച്ച് ഊന്തി തള്ളാണ് അങ്ങോട്ട്, ഇങ്ങനെ വലിച്ചിട്ട് അങ്ങോട്ട് ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനല്ല, അവന്റെ അടുത്ത് പോവാ, കൈപിടിക്കുക, മുസാഫഹത്ത് ചെയ്യാ, എന്നിട്ട് അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നിനക്കും നിന്റെ ഈ പുതിയ പെണ്ണിനും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തൂമിനാട്, ഈ സ്ഥലത്തിന്റെ പേര് തൂമിനാടെന്നല്ലേ. അന്ന് വന്ന ഓർമ്മ എനിക്കുള്ളൂ. എത്ര മാസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്ര മാസമായി? 6 മാസം. 6 മാസം മുമ്പ് വന്നപ്പോ കേട്ട ആ പേരാണ് ഇപ്പൊ ഓർമ്മ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾ അതുപോലെ തന്നെ പുതിയ പെണ്ണിന്റെ അടുത്ത് പോയി, അല്ലാഹു പുതിയ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഇതേതിരി മഹറമാല ഇതാ, അങ്ങനെ പെണ്ണുങ്ങന്മാർക്ക് അങ്ങനെ ഒരു എൻക്വയറി ഉണ്ട്. എന്താണ്, നിന്റെ അബ്ബ എടുത്തന്നത് ഏത്, അവണ് തന്നത് ഏത്, ഇതേതിരി ജിമിക്ക് കമ്മല്, അതുപോലെ ഇതേതിരി അലിക്കാത്ത്, ഇതേതിരി നടുകിട്ടെ അരിഞ്ഞാണ്, എവിടെ ഇതിരി, ഇത് എത്ര ഉണ്ട്, ഇതില് എത്ര പവനുണ്ട്, നിക്കെന്ത് കുമ്മ ഇതല്ല, നിക്ക് നിന്റെ ബംഗാറിന്റെ കണക്ക് വന്നായ്മയല്ലേ. അങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നം വരാന്നറിയോ? പിന്നെ ഒരു ദിവസം ഈ പൊന്നും കാലും കാണാതായി പോയാൽ നിന്റെ മേൽ സംശയം വരും. എന്താ കാരണം? എല്ലാ എൻക്വയറിയും നടത്തി പോയിനാള് ഓള് കള്ളന്മാരെ വിട്ടിനാള് എന്നറിയാം. അങ്ങനെ ഒരു സംശയം വരും. അങ്ങനത്തെ എൻക്വയറിക്ക് ഒന്നും നിൽക്കണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? മംഗളത്തിന് പോയാൽ, കല്യാണത്തിന് പോയാൽ പുതിയ പെണ്ണിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് ബാറക്കല്ലാഹു ലക്കുമാ, അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ടാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരു ദുആ പാസാക്കുക. അതാണ് വേണ്ടത്. അത് പഠിപ്പിച്ചു ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേവലം കല്യാണ സദസ്സിൽ മാത്രം അല്ല, കല്യാണ സദസ്സിൽ മാത്രം അല്ല. ഒരാള് ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ കുഞ്ഞുണ്ട്. അല്ലാഹു ആ കുഞ്ഞു ഉൾപ്പെടെ ഉള്ള 4 മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒരാള് നമുക്കൊരു സൽക്കാരം തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, വയറ് നിറയെ കഴിച്ചു. കഴിച്ചിട്ട് ഏമ്പക്ക് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? തേങ്ക്. എന്റെ വ്യാരിയില് തേങ്ക് എന്ന് പറയും. റസാഖ് സഖാഫി നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞു നമ്മുടെ ഭാഷയിൽ നന്നായി വാല് പറയും പറഞ്ഞ വ്യാരി ഭാഷ. ഇവിടെ വ്യാരിയാണുള്ളത്. അപ്പൊ ഇരിക്കട്ടെ, തേങ്ക് എന്ന് പറയും. തേങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ഏമ്പക്ക് എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ഇന്ന് ഞാൻ ബജ്പയിൽ ഒരു വീട്ടിൽ പകൽ മൗലിദിന് പോയി. മൗലിദ് പോയിട്ട് തിരിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വലിയ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ വീട്ടുകാരെ എല്ലാ വർഷവും നടത്തുന്ന മൗലിദാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി തിരിച്ചു വരുമ്പോ ആ വീട്ടിലെ പ്രായം ചെന്ന മൂപ്പർക്ക് ഒരു ആഗ്രഹം എന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ? ആയിക്കോട്ടെ, നല്ല കാര്യമാണ്, ഓർമ്മക്ക് നല്ലതാണ്. അതുകൊണ്ട് ദീനിന് വല്ല നേട്ടമുണ്ടെങ്കിൽ, അവർക്ക് വല്ല ദീന് കൊണ്ട് നേട്ടമുണ്ടെങ്കിൽ സന്തോഷേ ഉള്ളൂ. അതേ സമയത്ത് ദീന് കൊണ്ട് ഒരു നേട്ടവും ഇല്ലെങ്കിൽ പിന്നെ ഫോട്ടോക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ദീനിന് നേട്ടമുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? കുഴപ്പമില്ല. ഒരു നേട്ടമില്ലേ, പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത്. അതാണ് ഫോട്ടോ എടുക്കുന്നതിന്റെ മൊത്തത്തിലുള്ള വിധി. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, മൂപ്പർക്ക് അതുകൊണ്ട് ഒരു സന്തോഷം കിട്ടിയാൽ, മൂപ്പർക്ക് അതുകൊണ്ട് ഒരു ദീനിനോട് സ്നേഹം കിട്ടിയാൽ നല്ലതല്ലേ? ഞാൻ നിന്നു കൊടുത്തു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൂമിന്റെ ഉള്ളിൽ, ബെഡ്റൂമിൽ, അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. കുറെ ആള് കൂടെ നിന്നു. കൂടെ നിന്നപ്പോൾ സ്ഥലം മതിയാകണില്ല, എല്ലാരെയും കൂടി മൊബൈലിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, നമുക്ക് കൊട്ടിങ്ങക്ക് പോകാം. കൊട്ടിങ്ങ ഇവിടെ പറയോ? കൊട്ടിങ്ങന്ന് അറിയില്ല. കൊട്ടിങ്ങന്ന് എന്റെ കളസയിൽ പറയും. കളസയില് ഞങ്ങള് നാട്ടിൽ കൊട്ടിങ്ങ. കളസയില് എന്റെ വീട്ടില് കൊട്ടിങ്ങണ്ട്. എന്റെ തറവാട് വീട്ടില് കൊട്ടിങ്ങ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോലും ഈ ബെറവല്ലുണ്ടല്ലോ, കോല്, ബെറവ്. നിങ്ങൾ ബെറവ് എന്താ? ബർപ്പല്ല, ബെറവ്. അപ്പൊ അതെല്ലാം ഈ കോലൊക്കെ കൊണ്ടുവന്ന് നിറച്ചു വെക്കുന്ന ഒരു സ്ഥലമുണ്ട് തീ കത്തിക്കാൻ വേണ്ടി. ഇന്നിപ്പൊ തീ കത്തിക്കാൻ എവിടെയെങ്കിലും മണ്ട ഉണ്ടെങ്കിൽ ഇപ്പൊ തീ കത്തിക്കേണ്ട അങ്ങനെയുള്ളൂ, അല്ലാതൊക്കെ സ്റ്റൗവും മറ്റേതാണല്ലോ. അപ്പൊ ആ കോലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് കൊട്ടിങ്ങ എന്ന് പറയാം. പക്ഷെ ഇയാള് കൊട്ടിങ്ങ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ അറിയോ? ഡൈനിങ് ഹാളിനെ കുറിച്ചാണ്. ഞാൻ ഇയാൾ കൊട്ടിങ്ങക്ക് പോവാന്ന് പറഞ്ഞ, റബ്ബേ എന്തിനാ ഈ ബരവൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കേണ്ടെന്ന് ആവശ്യം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആ നാട്ടിലെ കൊട്ടിങ്ങ എന്ന് പറഞ്ഞാല് ഡൈനിങ് ഹാളിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായത്. സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങളതാ ഒരു വീട്ടിൽ സൽക്കാരത്തിന് പോയാൽ ആ വീട്ടുകാരൻ ഭക്ഷണം കൊണ്ടുവന്ന് അതാ ടേബിളിൽ വെച്ചു. എന്നിട്ടോ ടേബിളിൽ വെച്ചാൽ തന്നെ അതിന്റെ അർത്ഥം അതിരിക്ക് കഴിക്കാൻ ഈ വീട്ടുകാരൻ സമ്മതം കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണല്ലോ ടേബിളിൽ വെക്കുന്നത്. പക്ഷെ എന്നാലും ഈ സൽക്കാരം നൽകുന്ന വീട്ടുകാരൻ ഒരു സുന്നത്തായ കാര്യമുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു, എന്താണ് സുന്നത്ത്? ഒന്നിരിക്കലോ ഈ അതിഥിയോട് പറയണം ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറയണം. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുന്ന അതിന്റെ അർത്ഥം. അതാണ് നമ്മുടെ നാട്ടിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കഴിക്കൂന്ന അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയാ, നിങ്ങൾ തിന്നോളൂ, കഴിച്ചോളൂ എന്ന് പറയാ. അത് പറയൽ സൽക്കാരം നൽകുന്ന വീട്ടുകാരന് സുന്നത്താണ്. എന്നാൽ നിർബന്ധമല്ല, സുന്നത്താണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അതിഥിക്ക് ആ സൽക്കാരം നൽകിയ വീട്ടുകാരന് പ്രത്യേകം ഒന്ന് ദുആ ചെയ്യൽ സുന്നത്താണ്. ഏതാണ് ആ ദുആ എന്നറിയോ? അകല ത്വഅമകുമുൽ അബ്റാറു വഅഫ്തറ ഇൻദകുമുസ് സ്വായിമൂന വസല്ലത അലൈകുമുൽ മലായിക വദകറകുമുല്ലാഹു ഫീമൻ ഇൻദാ. ഈ 4 ദുആ ഈ സൽക്കാരം നൽകിയ വീട്ടുകാരന് ഈ 4 ദുആ അങ്ങ് ദുആ ചെയ്തു കൊടുക്കൽ സുന്നത്താണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല ചരിത്രത്തിൽ കാണാം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനവറുകളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കാരത്തിന് ചെന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിൽ അതാ നല്ല ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്. സൽക്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു ഉബാദ തങ്ങൾക്കും സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ വീട്ടിലുള്ളവർക്കും ദുആ ചെയ്യുന്നു. എന്താണ് ദുആ? അതേ നേരത്തെ പറഞ്ഞ ദുആയാണ്. ഏതാണ് ആ ദുആ? ഓ സഅദ് ഇബ്നു ഉബാദ തങ്ങളെ, അകല ത്വഅമകുമുൽ അബ്റാർ. ഇനിയിപ്പോ ഞാൻ ഒറ്റടിക്ക് പറയുമ്പോ നിങ്ങൾക്ക് ബൈഹാർട്ടാകൂലെന്ന് ഉറപ്പാണ്. കണ്ടപ്പാട്ട് ആകൂതില്ലാത്തത് എനിക്ക് ಗೊತ್ತಿದೆ, അതുപോലെ കാണാതെ അറിയില്ല നിനക്കറിയാം. പക്ഷേ നിങ്ങൾ പിന്നെ പോയി ഈ സാധനം ഉണ്ടല്ലോ, അത് അതിനാണുള്ളത്, അല്ലാതെ എപ്പോഴും ഇതിന്റെ മുന്നിലിരിക്കാനല്ല. ഈ സാധനം ഉള്ളത് അതിനാണ്. ഏതിന്? നമ്മൾ ചിലപ്പം എല്ലാം അറിയാതെ പോയാൽ വീണ്ടും ഒന്ന് തുറന്നു കേട്ടാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിലൂടെ ഈ ദുആ ഒന്ന് എഴുതിയെടുക്കണം. എന്നിട്ട് മെല്ലെ ഒന്ന് കാണാതെ പഠിക്കണം. ഖുർആൻ 30 ജുസ് കാണാതെ പഠിക്കും പോലൊന്നും അല്ല, ഒരു ചെറിയ ദുആയല്ലേ. ഏതാണ് ആ ദുആ? അകല തുഅമകുമുൽ അബ്റാർ. സഅദ് ഇബ്നു ഉബാദ തങ്ങളെ വീട്ടിൽ എത്തിയപ്പോ അതാ സൽക്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഓ സഅദ് ഇബ്നു ഉബാദ തങ്ങളെ, അകല തുഅമകുമുൽ അബ്റാർ, നിങ്ങളുടെ ഈ ഭക്ഷണം മഹാന്മാര് കഴിക്കുന്ന ഭക്ഷണമാകട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഭക്ഷണം മഹാന്മാര് വന്ന് കഴിക്കുന്ന ഭക്ഷണമാകട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വീട്ടുകാരായ നിങ്ങൾക്ക് സ്വാലിഹീങ്ങളോട് ബന്ധമുണ്ട്, ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ എന്ന് അതിന്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തെ ദുആ എന്താണ്? അതേ വസ്വല്ലത അലൈകുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് പൊറുക്കലിന് ചോദിക്കട്ടെ. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കട്ടെ. മലക്കുകൾ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചാൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണല്ലോ. അതാണ് അതിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ദുആ എന്താണ്? വഅഫ്തറ ഇൻദകുമുസ് സ്വായിമൂന, ഒരുപാട് നോമ്പുകാര് വന്ന് നിങ്ങളുടെ അരികിൽ നോമ്പ് തുറക്കുന്നവരാകട്ടെ എന്ന് പറഞ്ഞാൽ ആ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിശാലതയും ഒരുപാട് ഖൈറും ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നാലാമത്തെ ദുആ ഏതാണ്? വദകറകുമുല്ലാഹു ഫീമൻ ഇൻദാ, നിങ്ങളെ കുറിച്ച് അല്ലാഹു തആല അല്ലാഹുവിന്റെ അരികിലുള്ളവരോട്, അല്ലാഹുവിന്റെ കൂടെയുള്ളവരോട് നിങ്ങളെ കുറിച്ച് അല്ലാഹു നല്ലത് പറയട്ടെ. ഈ 4 ദുആ ഭക്ഷണം കഴിച്ചതിന് ശേഷം സൽക്കാരം നൽകിയ വീട്ടുകാർക്ക് ദുആ ചെയ്യണം എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു. 2 ഖിബലയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയല്ല മിഞ്ഞാന്ന് മൂടബിദ്രയിൽ എന്റെ ദർസിൽ തന്നെയായിരുന്നു വാദം.
അവിടെ ഞാൻ രണ്ട് ഖിബ്ല, ഇസ്ലാമിൽ ഉണ്ടായിരുന്ന രണ്ട് ഖിബ്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ച ആ ഖിബ്ല. പിന്നെ മദീനയിൽ യഹൂദികൾ ഉള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ. യഹൂദികളൊക്കെ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസാണ് എന്ന് കരുതിയിട്ട് കണ്ടു കാണുന്ന യഹൂദിയുടെ സംസ്കാരം ജീവിതത്തിൽ പകർത്താന്നല്ല. അവിടെ പറഞ്ഞതിൽ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. യഹൂദികളുടെ ആരാധന കേന്ദ്രമല്ല ബൈത്തുൽ മുഖദ്ദസ്, അത് മുസ്ലിമീങ്ങളുടെ ആരാധന കേന്ദ്രമാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ. ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഉമ്മമാർ, സുബ്ഹാനല്ലാഹ്, നബിദിന ആഘോഷത്തിന്റെ പേരില് കേരളത്തിൽ ഇവിടെ ഒന്നുമല്ല, കുറെ ദൂരെ, നബിദിനാഘോഷത്തിന്റെ പേരിൽ സ്റ്റേജിൽ ബാനർ വെക്കുന്നു, നബിദിന പരിപാടി എന്ന് വെച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് വലിയ വലിയ ആൺകുട്ടികളും വലിയ വലിയ പെൺകുട്ടികളും തമ്മിൽ കൈപിടിച്ച് ഡാൻസ് കളിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഇസ്ലാം സമ്മതിക്കുന്നില്ല. എന്ത് ഡാൻസ്? സ്റ്റേജിൽ ബാക്കിലെ നബിദിന പരിപാടി ഫ്ലെക്സിൽ എഴുത്ത് കാണാം. ഇവരോ പാട്ടിങ്ങനെ തുടങ്ങി, കുറച്ചു നേരം പാട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങന്മാർക്ക് സ്റ്റേജിൽ കയറാൻ തോന്നി. അപ്പൊ ഇവരങ്ങ് കയറിയപ്പോ ഉണ്ടായിരുന്നവൾക്ക് സന്തോഷം തോന്നി. എന്നിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അതിന്റെ വീഡിയോ ഞാൻ കണ്ടു. ഇതങ്ങ് കണ്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി. ഓ മുസ്ലിം ആൺകുട്ടികളെ, മുസ്ലിമത്തായ പെൺകുട്ടികളെ, ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇതിന് പച്ച മലയാളത്തിൽ പറയുന്ന വാക്കാണ് പരിഷ്കാരമാണ് കേട്ടോ. ചില സ്ഥലത്ത് കൃത്യമായും നിസ്കരിക്കുന്നവരാണ്, നല്ല ദീനീ ബോധമുള്ള കുടുംബമാണ്. ഇവിടെ തൂമിനാട് പരിസരത്തൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. വീടുകളിൽ നിസ്കാരത്തിന് കുറവില്ല. അതേ സമയത്തോ നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെ അറിയാതെ പരിഷ്കാരങ്ങൾ വന്നുപോയി. കൈകൊട്ടുന്നത് തന്നെ നല്ലതല്ല എന്ന് ഇസ്ലാം പറയണം. ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ ഇങ്ങനെ മുങ്കയിന്റെ പള്ള കൊണ്ട് തമ്മിൽ ഇങ്ങനെ കൈകൊട്ടാന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോ കേക്കിന്റെ മുന്നില് കുട്ടിനെ നിർത്തിയിട്ട് ഇങ്ങനെ കയ്യും കൊട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ചില കാട്ടിക്കൂട്ടലുകൾ, എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. പരിഷ്കാരമാണ് ഇത്. എവിടെയുണ്ട്? കൃത്യമായും നിസ്കരിക്കുന്ന നല്ല ഉമ്മയും ഉപ്പയും ഉള്ള വീട്ടിൽ തന്നെ മക്കളുടെ ബർത്ത്ഡേ ഇങ്ങനെയാണ് ആഘോഷിക്കണം. ഞാനിത് പറയുമ്പോ ആർക്കും വെറുപ്പ് തോന്നരുത്, വിഷമം തോന്നരുത്. എവിടുന്ന് വന്നു ഇത്? നമ്മളൊരു കാര്യം ആലോചിക്കണം. എല്ലാ മതക്കാരോടും സൗഹൃദത്തിൽ വേണം, സംശയമില്ല. അതാ ഇതര മതക്കാരോട് ഒരിക്കലും അതാ വൈരാഗ്യത്തിലായി കഴിയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതര മതക്കാരോട് ശത്രുതയിൽ പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് സൗഹൃദത്തിൽ കഴിയണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതര മതസ്ഥരുടെ സംസ്കാരം നമ്മുടെ വീടുകളിൽ വരണം എന്നോ, ഇതര മതക്കാരുടെ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നോ അതിനർത്ഥമില്ല. ഇതര മതക്കാരുടെ ആഘോഷങ്ങൾ വരുമ്പോ അതാ അതിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നത് പോലും പരിശുദ്ധ ഇസ്ലാം സമ്മതിക്കുന്നില്ലല്ലോ. ഞാനിത് മൊത്തത്തിൽ പറഞ്ഞതാണ്. ചിലപ്പോ ഓരോ നാടിന് ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകും, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ പറയുമ്പോൾ മൊത്തത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളാ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെ കണ്ടു കാണുന്ന പരിഷ്കാരങ്ങളും കണ്ടു കാണുന്ന അനാചാരങ്ങളും ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ അതാ വേദനിക്കുന്ന മനസ്സ് ആരുടേതാണെന്നറിയോ? മദീനയിൽ വിശ്രമിക്കുന്ന ഒരു നേതാവില്ലേ, ഇപ്പോഴും ഈ പാവപ്പെട്ട ഞാൻ ഈ നല്ല പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ നിങ്ങളെ മുന്നിൽ എണീറ്റ്
വഅദ് പറയുമ്പോൾ ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുന്ന മദീനയിലെ രാജാവില്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ നേതാവിന്റെ മനസ്സ് വേദനിച്ചു പോയി, ആ നേതാവിന്റെ മനസ്സ് സങ്കടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ. നിങ്ങൾ ഒരിക്കലും യഹൂദികളുടെ സംസ്കാരത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല, ജൂതന്മാരുടെ സംസ്കാരത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വലഇനിത്തബഅത അഹ്വാഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. ബർത്ത്ഡേ എന്നത് തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ആഘോഷിക്കരുത് എന്ന് നിങ്ങളോട് അതാ ഇൽമ പറഞ്ഞു തന്നതിന് ശേഷം, അതല്ലെങ്കിൽ കല്യാണത്തിന്റെ പേരില് നിങ്ങൾ ഒരിക്കലും തോന്നിവാസം ചെയ്യാൻ പാടില്ല, കല്യാണത്തിന്റെ പേരിൽ അനാചാരങ്ങളെ കടത്തിക്കൂട്ടാൻ പാടില്ല. നമ്മുടെ കല്യാണം എങ്ങനെ വേണം, ഇന്ന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് പ്രധാനമായും.